വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്ന അബ്രഹാം അക്കോർഡിൽ ചേരാൻ താൽപര്യമുണ്ടെന്നും അതിന് ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴി ഉറപ്പാക്കണമെന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിലാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഓഫറുകൾ നൽകി സൗദിയെ ഇസ്രായേലുമായി അടുപ്പിക്കാനുള്ള US ശ്രമത്തിനിടെയാണ് കിരീടാവകാശിയുടെ തുറന്നു പറച്ചിൽ. ഇന്നലെ വൈറ്റ് ഹൌസിൽ എത്തിയ ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സൗദി കിരീടാവകാശി ഫലസ്തീൻ വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. അബ്രഹാം അക്കോർഡിലേക്ക് സൗദിയെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ട്രംപ്. വൻ പടക്കോപ്പുകളും ആയുധ കരാറുകളും ഇതിന് പകരമായി സൗദിക്ക് US നിന്നും ഓഫർ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് സൗദി നിലപാട് പറഞ്ഞത്. അബ്രഹാം അക്കോർഡിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു സൗദി കിരീടാവകാശിയുടെ തുടക്കം. പക്ഷേ ദ്വിരാഷ്ട്ര ഫോർമുല ഉറപ്പാക്കിയ ബന്ധത്തിലേക്ക് പോകാനാകൂ എന്ന് കിരീടാവകാശി തുറന്നു പറഞ്ഞു. We want to be part of the Abraham Accord, but we want also to be sure that we secure a clear path of two-state solution. And today we have a healthy discussion with Mr. President that we're going to work on that to be sure that we can prepare the right situation as soon as possible to have that. ദ്വിരാഷ്ട്ര ഫോർമുലയിലേക്ക് വഴിയൊരുക്കാനുള്ള ആരോഗ്യകരമായ ചർച്ച ട്രംപുമായി നടത്തിയതായും കിരീടാവകാശി ചൂണ്ടിക്കാട്ടി. ഇതോടെ ദ്വിരാഷ്ട്ര ഫോർമുല ഉൾപ്പെടെ അബ്രഹാം അക്കോർഡിന്റെ ഭാഗമാക്കാൻ ചർച്ച നടത്തുന്നതായി ട്രംപിന്റെ മറുപടി. അബ്രഹാം അക്കോർഡിനെ കുറിച്ച് സൗദിക്ക് നല്ല അഭിപ്രായമല്ലേ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇസ്രായേലിനും ഫലസ്തീനും സമാധാനം വേണം, അതിലേക്ക് എത്തണമെന്നായിരുന്നു കിരീടാവകാശിയുടെ മറുപടി. ഫലസ്തീൻ രാഷ്ട്രം ഒരു നിലക്കും അംഗീകരിക്കില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലപാട്. സൗദി ഇപ്പോൾ നിലപാട് പരസ്യമാക്കി പറഞ്ഞതോടെ വിഷയത്തിൽ ഇസ്രായേൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം ഇരുവരെയും അടുപ്പിച്ച് മേഖലയിൽ താൽപര്യം സംരക്ഷിക്കാനുള്ള US നീക്കം പാളും. ആയുധ പാക്കേജ് അടക്കം സ്വപ്നതുല്യമായ പ്രതിരോധ കരാർ ഓഫർ ചെയ്താണ് US സൗദിയെ ഇസ്രായേലുമായി അടുപ്പിക്കാൻ ശ്രമിച്ചത്. ഇതോടെ കൂടുതൽ അറബ് രാഷ്ട്രങ്ങളുടെ ഇസ്രായേൽ ബന്ധവും US പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സൗദി അറേബ്യ. പ്രസ്താവനക്കപ്പുറം സൗദി നിലപാട് കിരീടാവകാശി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞുവെന്നതാണ് ശ്രദ്ധേയം. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. വ്യാവസായിക നിക്ഷേപവും കരാറുകളും ലക്ഷ്യമിട്ടാണ് സൗദി കിരീടാവകാശി അമേരിക്കയിലെത്തിയതെങ്കിലും സുഡാൻ, ലെബനാൻ, ഇറാൻ വിഷയങ്ങളും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സുഡാനിലെ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ US നേതൃത്വത്തിലുള്ള സമ്മർദ്ദത്തിന് കിരീടാവകാശി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് US മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഫലസ്തീൻ വിഷയത്തിൽ തുടർ ചർച്ചകളും നടക്കും. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ട്രംപും കിരീടാവകാശിയും നടത്തുന്ന ചർച്ചയുടെ വിശദാംശങ്ങളുമായി അഫ്താബ് റഹ്മാൻ സൗദിയിൽ നിന്നും ചേരുന്നുണ്ട്. അഫ്താബ്, നിർണായകമായ കൂടിക്കാഴ്ചയാണ്. പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളാണ് ഇതുവരെ ചർച്ചയായത്? ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്? സൗദി കിരീടാവകാശിയുടെ US സന്ദർശനത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഫലസ്തീൻ തന്നെയായിരുന്നു. ഫലസ്തീൻ വിഷയത്തിൽ സൗദി അറേബ്യ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് ട്രംപിന് മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. അബ്രഹാം അക്കോർഡിലേക്ക് പോകണമെങ്കിൽ ഒരു ദ്വിരാഷ്ട്ര ഫോർമുല കൃത്യമായി വേണമെന്നുള്ള കാര്യമാണ് സൗദി കിരീടാവകാശി പറഞ്ഞത്. ഒപ്പം ഫലസ്തീനൊപ്പം തന്നെ ഇസ്രായേലിനൊപ്പം തന്നെ രണ്ടു കൂട്ടർക്കും പരസ്പരം സാഗരത്തോടുകൂടി നിൽക്കാനാകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന ഒരു അബ്രഹാം അക്കോർഡാണ് താല്പര്യമെന്നുള്ളതും സൗദി അറേബ്യ പറഞ്ഞു വെക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി നിൽക്കുന്നത് സുഡാൻ തന്നെയാണ്. 2.5 വർഷത്തോളമായി ആഭ്യന്തരമായുള്ള സംഘർഷവും ഒപ്പം തന്നെ അതിലേക്ക് പുറമെ നിന്നുള്ളവരുടെ താല്പര്യവുമെല്ലാം അടക്കം ചേർന്നപ്പോൾ ഉണ്ടായ വലിയ തോതിലുള്ള വംശഹത്യാ സാധ്യതയുള്ള ഒരു പുതിയ സാഹചര്യം സുഡാനിലുണ്ട്. ഈ വിഷയത്തിൽ US-ന്റെ ഇടപെടൽ വേണമെന്നുള്ളത് സൗദി അറേബ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ വിഷയം മേഖലയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുകയാണ്. വിവിധ അറബ് രാഷ്ട്രങ്ങളുമായി മികച്ച ബന്ധമുള്ളൊരു രാഷ്ട്രം കൂടിയാണ് സുഡാൻ. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള രണ്ട് കക്ഷികൾ തമ്മിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഭിന്നതയും ചേരിതിരിവും ഒപ്പം തന്നെ പ്രാദേശിക യുദ്ധവും അതിൽ വലിയ തോതിൽ പുറമെ നിന്നുള്ള ഇടപെടൽ വഴി വലിയ തോതിൽ വ്യാപിക്കുകയും നിരവധി പേരുടെ കൂട്ടക്കൊലയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ ഇടപെടൽ വേണമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നീക്കം US നടത്തണമെന്നുള്ളതുമാണ് US-നോട് സൗദി അറേബ്യ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യം പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഈ കൂടിക്കാഴ്ചയിൽ അത് ഉയർന്നു വന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊന്ന് ഇറാനാണ്. ഇറാനുമായി നേരത്തെ
ഫോർദോ ഉൾപ്പെടെയുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയ ശേഷം ഇതുവരെ ആണവ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇറാൻ ഇതുവരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാനുമായി ഇനിയൊരു സംഘർഷത്തിലേക്ക് പോകാതെ അവരുമായി ചർച്ചയ്ക്ക് ഒരുക്കമാണ് എന്നുള്ളത് സൗദി കിരീടാവകാശിയുമായുള്ള കൂടിക്കാഴ്ചക്കിടെ ഇന്നലെ മാധ്യമങ്ങളോട് ട്രംപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാനമായും കാരണമായത് സൗദി കിരീടാവകാശിയുടെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു രാജ്യവുമായിട്ടും സൗദി അറേബ്യ സംഘർഷം ആഗ്രഹിക്കുന്നില്ല, എല്ലാവരുമായും സഹവർത്തിത്വമാണ് ആഗ്രഹിക്കുന്നത്. അത് ഇസ്രായേൽ ആയാലും ശരി, ഒപ്പം തന്നെ ഇറാൻ ആയാലും ശരി, ചുറ്റുമുള്ള രാജ്യങ്ങളുമായെല്ലാം പരസ്പര സൗഹൃദത്തിൽ നിൽക്കണമെന്നുള്ളതാണ് സൗദി അറേബ്യ താല്പര്യപ്പെടുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യം. അതുകൊണ്ട് തന്നെ ഇറാനുമായുള്ള പ്രശ്നത്തിൽ US-ന്റെ തർക്ക വിഷയങ്ങളിൽ ഒരു ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ അതിന് US ഒരുക്കമാണ് എന്നുള്ളത് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ഇറാന്റെ നിലപാട് ഇനി നിർണായകമാണ്. ഈ ചർച്ചകളെ പൂർണ്ണമായും പിന്താങ്ങുമെന്നുള്ളതാണ് സൗദി കിരീടാവകാശി പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ലെബനോനാണ്. ലെബനോനുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ ആക്രമണം തുടരെ ഇപ്പോഴും ലെബനോനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ആക്രമണത്തിൽ 14ഓളം പേരാണ് ഇന്ന് മാത്രം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മേഖലയിലെ ഒരു പ്രധാന രാഷ്ട്രീയ സംഘർഷ മേഖലയായി ഇപ്പോൾ ലെബനാൻ കൂടി തുടരുകയാണ്. ലെബനോനുമായി നേരത്തെ സൗദി അറേബ്യ അവരുടെ വ്യാപാര ബന്ധങ്ങളെല്ലാം റദ്ദാക്കിയതാണ്. പക്ഷേ അതിപ്പോൾ വീണ്ടും പുനരാരംഭിക്കുവാനുള്ള ചർച്ചകൾ സൗദി അറേബ്യ ആരംഭിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ് പ്രധാനമായും ഇവരുടെ ചർച്ചയിൽ വരുന്നത്. ഇതിൽ ഏതെങ്കിലും മൂർത്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അതിലേക്ക് നയിക്കാവുന്ന സമ്മർദ്ദങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ ചർച്ചകളുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അഫ്താബ് റഹ്മാനാണ് സൗദിയിൽ നിന്നും സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്. ലബനാനിലെ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണം, 14 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് ഗുരുതര പരിക്ക്. ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിത്. ഗസയിലും ആക്രമണം തുടർന്ന ഇസ്രായേൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. MC നാസർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, 14 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ പരിക്കേറ്റവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? ജിന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷമാണ് വെടിനിർത്തൽ കരാർ ഈ ലെബനാനും അതോടൊപ്പം തന്നെ ഇസ്രായേലും തമ്മിൽ നിലവിൽ വന്നത്. അമേരിക്കയും അതോടൊപ്പം തന്നെ മറ്റ് വൻശക്തി രാജ്യങ്ങളും ഇടപെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു വെടിനിർത്തൽ കരാർ രൂപപ്പെടുത്തിയത്. പക്ഷേ ഇതിനെ മറികടന്നുകൊണ്ട് നിരവധി തവണ ലെബനാന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം നടന്നിരുന്നു. പക്ഷേ ഇന്ന് നടന്ന ആക്രമണം വളരെ വ്യാപകമാണ്. ആ വ്യോമാക്രമണം ഇനിയും തുടരുമെന്ന സൂചന കൂടിയാണ് ഇസ്രായേൽ സേന നൽകുന്നത്. 14 പേർ ഔദ്യോഗികമായിട്ട് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് 50-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അല്പം മുമ്പും ദക്ഷിണ ലബനാന് നേരെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ സംഘടനകൾ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. കാരണം ദക്ഷിണ ലബനാനിലെ പലസ്തീൻ അഭയാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത്. അതായത് അത്തരം പലസ്തീൻ അഭയാർത്ഥികൾ ഒരു നിലയ്ക്കും ഗസയിലേക്കോ പലസ്തീൻ ഭാഗങ്ങളിലേക്കോ തിരിച്ചു വരരുത് എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു വംശീയ ഉന്മൂലനം കൂടിയാണ് ഈ ദക്ഷിണ ലബനാന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഫലിക്കുന്നതെന്നാണ് ഹമാസ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്ന് ദക്ഷിണ സിറിയയുടെ ഒരു പ്രദേശത്ത് സന്ദർശനം നടത്തി. ഇത് സിറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഒരു ഇടപെടലാണ്. സിറിയൻ മണ്ണിൽ നെതന്യാഹു വന്നിരിക്കുന്നത് കൂടുതൽ ക്രൂരമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണെന്ന കുറ്റപ്പെടുത്തൽ സിറിയയും നടത്തിയിട്ടുണ്ട്. അതായത് ഈ മേഖലയിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള ഒരു കടന്നുകയറ്റത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ഈ കടന്നാക്രമണവും അതോടൊപ്പം തന്നെ ഈ ശക്തമായിട്ടുള്ള ഇടപെടലും തുടരുന്നത് എന്ന കുറ്റപ്പെടുത്തലും വളരെ വ്യാപകമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. നാസർ, അതായത് ഇനിയും ഇസ്രായേലിന്റെ ആക്രമണം തുടരാൻ തന്നെയാണ് സാധ്യത? അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണോ നമുക്ക് ലഭിക്കുന്നത്? ജീന, തീർച്ചയായിട്ടും. കാരണം ഈ ആക്രമണം വളരെ വ്യാപകമായ സ്വഭാവത്തിലാണ് ദക്ഷിണ ലബനാനിൽ. അതും പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയാണ് ഈ ആക്രമണം നടന്നതെന്ന റിപ്പോർട്ടുകൾ സ്ഥിതിയുടെ ഗൗരവം ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ്. കാരണം ഗസയിലും പല ഭാഗങ്ങളിലും ഇന്ന് ആക്രമണം നടന്നു. ഖാൻ യൂനിസിലും റഫയിലുമായിരുന്നു ആക്രമണം നടന്നത്. 5-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഗസയിൽ നിന്നും ലഭിക്കുന്നത്. അതായത് ഈ അവസ്ഥ, നിലവിലുള്ള ഈ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമായിട്ടുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടുപോവുകയും
ഇനിയും തങ്ങളുടെ അധീശത്വം അധിനിവേശം കൂടുതൽ അരക്കിട്ടുറപ്പിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ഏർപ്പെടുന്നത്. അമേരിക്കയാണെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിന് എല്ലാ നിലക്കും മുന്നിൽ നിന്ന് അമേരിക്ക വളരെ മൗനാനുവാദത്തോടു കൂടി ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തലിന്റെ ഭാവിയെ സംബന്ധിച്ച വലിയ ആശങ്കകളാണ് ഈ ഒരു ഘട്ടത്തിൽ അന്തർദേശീയ തലത്തിലുള്ള വിദഗ്ധരും മറ്റും മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇതിനെ തടയാൻ അമേരിക്കയും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും തയ്യാറായിട്ടില്ലെങ്കിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഗസയിലെ വെടിനിർത്തലിനെയും അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷവും ആക്രമണം ഗസയിൽ ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഈ മരണസംഖ്യ ഇപ്പോൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ മറ്റ് രാജ്യങ്ങളുടെ, ലോകരാജ്യങ്ങളുടെയൊക്കെ ഒരു ഇടപെടൽ എങ്ങനെയാണ്? ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണത്തിന് ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നുണ്ടോ? ജീന, ഒക്ടോബർ 10 വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഇതിനകം ഏതാണ്ട് 400-ലധികം വെടിനിർത്തൽ ലംഘനങ്ങളാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. കാരണം നമ്മൾ അറിയാൻ സാധിക്കും, ഹമാസ് നേരത്തെ ഉറപ്പ് നൽകിയത് ജീവനോടെയുള്ള 20 ബന്ദികളെ ആദ്യ ദിവസം തന്നെ അവർ വിട്ടയച്ചു. പിന്നെയുള്ളത് 28 ബന്ദികളുടെ മൃതദേഹങ്ങളായിരുന്നു. അതിൽ 26 മൃതദേഹങ്ങളും കൈമാറി. ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ്. അതായത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു കടന്നാക്രമണം, അതും 400 തവണ നിയമം ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തി. അതിലൂടെ 280 പേരെയാണ് ഇതിനകം കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആ കൊല തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെയാണ് ഗസയിലേക്ക് സുരക്ഷിതമായിട്ട് നിത്യം 600 ട്രക്കുകൾ അയക്കുമെന്ന് വെടിനിർത്തൽ കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുപോലും ഇതുവരെ പുലർന്നിട്ടില്ല. അവിടത്തേക്ക് താൽക്കാലിക താമസ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ലംഘിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കളും മരുന്നും വെള്ളവും ഉൾപ്പെടെയുള്ള ഏറ്റവും അടിസ്ഥാന ഉപാധികൾ പോലും ആവശ്യത്തിന് നൽകണമെന്ന ആ വ്യവസ്ഥയും പൂർണ്ണമായിട്ട് ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ എന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച ഇസ്രായേലിന് വേണ്ടിയുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഏർപ്പാട് എന്നതിലപ്പുറത്തേക്ക് നീങ്ങുന്നില്ല. അതേസമയം അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാനും അങ്ങനെ ഗസയിൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെയും വിദേശ സേനയുടെയും നേതൃത്വത്തിലുള്ള തങ്ങളുടെ അധിനിവേശം അരക്കിട്ടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ഏർപ്പെട്ടിരിക്കുന്നതെന്ന കുറ്റപ്പെടുത്തലും ഹമാസിന്റെ ഭാഗത്ത് മാത്രമല്ല പലസ്തീൻ മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ഗസയിലെ വെടിനിർത്തൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി നാസർ, ഏതായാലും ലബനാനിലെ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണം 14 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണിത്. ആക്രമണം തുടരാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിന് അമേരിക്കയുടെ മൗനസമ്മതം കൂടി ലഭിക്കുന്നുണ്ട്. MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായ F-35 സ്വന്തമാക്കാൻ ഒരുങ്ങി സൗദി അറേബ്യ. കഴിഞ്ഞ ദിവസം കിരീടാവകാശിയുടെ വാഷിംഗ്ടൺ സന്ദർശനത്തിനിടെയാണ് പുതിയ കരാറിന് ധാരണയായത്. നിലവിൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് മാത്രമാണ് അമേരിക്ക ഇത്തരം യുദ്ധവിമാനങ്ങൾ കൈമാറിയിട്ടുള്ളത്. സൗദി കിരീടാവകാശി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ സന്ദർശിച്ചിരുന്നു. ഇതിനിടെയാണ് പുതിയ കരാറിന് ധാരണയായത്. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായ F-35 സൗദിക്ക് നൽകുമെന്നാണ് പുതിയ ധാരണ. നേരത്തെ ഈ യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് മാത്രമാണ് നൽകിയിട്ടുള്ളത്. മുഴുവനായും ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതാണ് വിമാനം. ശത്രു റഡാർ ജാം ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുത്തുക, മിസൈൽ ട്രാക്കിംഗ്, ശത്രു വിമാനങ്ങളും വാഹനങ്ങളിലെയും ഡാറ്റകൾ ചോർത്തുക തുടങ്ങിയ സംവിധാനങ്ങൾ ഇവയ്ക്കുണ്ട്. അമേരിക്ക, ഓസ്ട്രേലിയ, ദക്ഷിണ കൊറിയ, നോർവേ, ജപ്പാൻ തുടങ്ങിയ 10ഓളം രാജ്യങ്ങൾ നിലവിൽ F-35 യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദി അറേബ്യയെ ഏറ്റവും വലിയ നാറ്റോ ഇതര സഖ്യകക്ഷിയായി US പ്രഖ്യാപിച്ചാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിരീടാവകാശി സന്തോഷിപ്പിച്ചത്. സൗദിക്ക് US പ്രഖ്യാപിച്ച ആയുധങ്ങളും കരാറുകളും എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. വിഷ്ണു ദത്ത് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. വിഷ്ണു, ഈ പ്രധാനപ്പെട്ട കരാറുകൾ ഏതൊക്കെയാണ്? ഈ സൗദിക്ക് US പ്രഖ്യാപിച്ച ആയുധങ്ങൾ അത് ഏതൊക്കെയാണ്? അതിന്റെ ഒരു പ്രത്യേകതയ്ക്ക് എന്താണ്? ചർച്ചകൾ പൂർണ്ണമാകുമ്പോൾ അല്ലെങ്കിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സൗദി യുഎസുമായി പ്രധാനപ്പെട്ട ഒരുപാട് കരാറുകൾ എത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും 3 മേഖലകളിലാണ് കരാർ നടന്നിരിക്കുന്നത്. ഒന്ന് ജെറ്റുകളും ടാങ്കുകളും സംബന്ധിച്ച കരാറാണ്. പിന്നീട് ആണവ സഹകരണത്തിലും AI ഖനന മേഖലകളിലുമാണ് കരാറുകളുള്ളത്. അതേത് രീതിയിലാണെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പ്രഖ്യാപനമായി കാണാവുന്നത് സൗദി ഇനി US ഏറ്റവും വലിയ നാറ്റോ ഇതര സഖ്യകക്ഷിയായി US പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദിയെ. അതുകൊണ്ട് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ് സൗദിക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൗദിക്ക് US നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന F-35 യുദ്ധവിമാനങ്ങൾ.
ഇതിന് പ്രത്യേകത 48 യുദ്ധവിമാനങ്ങൾക്കാണ് സൗദി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇതിനായി ഏതാണ്ട് $142 ബില്യൺ സൗദി നീക്കിവെക്കാനും സാധ്യതയുണ്ട്. എത്ര വിമാനങ്ങൾ നൽകുമെന്നതിൽ കൃത്യമായ ധാരണയിൽ എത്തിയിട്ടില്ല. എന്നിരുന്നാലും 48 യുദ്ധവിമാനങ്ങൾക്കാണ് സാധ്യത. മറ്റൊരു കാര്യം, പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന് പുറമെ F-35 സ്വന്തമാക്കാൻ പോകുന്ന ആദ്യ രാജ്യമായി അല്ലെങ്കിൽ സൗദി മാറിയിരിക്കുകയാണ്. ഈ വിമാനങ്ങൾ ഇസ്രയേലിന് നൽകിയ അതേ ഗുണനിലവാരത്തോടെ തന്നെയായിരിക്കും സൗദിക്കും US നൽകുക. പിന്നീടുള്ളത് ആണവോർജ്ജ സഹകരണത്തിലുള്ള ധാരണയാണ്. അതിനുവേണ്ടി സൗദിയിൽ US കമ്പനികൾ പ്രവർത്തിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് AI മേഖലകളിലും അമേരിക്ക വലിയ രീതിയിലുള്ള നിക്ഷേപം നടത്തുമെന്നുള്ള ധാരണയും അവിടെ എത്തിയിട്ടുണ്ട്. പിന്നൊന്ന് ഖനന മേഖലകളിലേക്ക്, അതായത് സൗദിയിലെ ഖനന മേഖലകളിൽ US കൃത്യമായ നിക്ഷേപം നടത്തും, അല്ലെങ്കിൽ US കമ്പനികൾ അവിടെ എത്തിച്ചേരുമെന്ന വാർത്തയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള കരാറുകൾ പൂർത്തിയായിട്ടില്ല. ഇനിയും സമഗ്രമായ വ്യാപാര ചർച്ചകൾ നടക്കാനുണ്ട്. അത് ഏതാണ്ട് ഇന്ന് പൂർണ്ണമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജീന. ശരി, വിഷ്ണുദത്താണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുക്കിയ അത്താഴ വിരുന്നിന് പരമ്പരാഗത വസ്ത്രമണിഞ്ഞാണ് സൗദി കിരീടാവകാശി എത്തിയത്. വസ്ത്രത്തിന് പ്രോട്ടോകോളുള്ള പരിപാടിയിൽ സൗദി കിരീടാവകാശി അറേബ്യൻ വസ്ത്രത്തിലെത്തിയത് US മാധ്യമങ്ങളിൽ ചർച്ചയായി. ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ ഉൾപ്പെടെ കായിക താരങ്ങളും ഇലോൺ മസ്ക് ഉൾപ്പെടെ കോടീശ്വരന്മാരും അത്താഴ വിരുന്നിനെത്തിയിരുന്നു. ട്രംപ് ധരിച്ച പോലെ ഗ്രോസ് ഗ്രെയിൻ ലാപ്പിലുള്ള ബ്ലാക്ക് ഡിന്നർ ജാക്കറ്റ്, ഫ്രഞ്ച് കഫുള്ള വൈറ്റ് ഷർട്ട്, ബ്ലാക്ക് പാന്റ്, ബ്ലാക്ക് ലെതർ ഷൂ, നീളമില്ലാത്ത ബ്ലാക്ക് ടൈ എന്നിവ ധരിച്ചാണ് വൈറ്റ് ഹൌസിന്റെ ഗാല ഡിന്നറിൽ എത്തേണ്ടത്. ഈ അത്താഴ വിരുന്ന് അറിയപ്പെടുന്നത് പോലും ബ്ലാക്ക് ടൈ ഡിന്നർ എന്നാണ്. അതാണ് US-ലെ രീതി. അതല്ലാത്തവ US സംസ്കാരത്തിന് വിരുദ്ധമാണെന്നാണ് വെപ്പ്. പക്ഷേ പരമ്പരാഗത സൗദി വസ്ത്രമായ തോബ്, ബിസ്ത്, കുദ്ര എന്നിവ ധരിച്ചാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ US-ലും ട്രംപ് ഒരുക്കിയ അത്താഴ വിരുന്നിലും എത്തിയത്. സാധാരണ വിദേശ രാഷ്ട്ര നേതാക്കൾ അത് പാലിക്കാറുമുണ്ട്. എന്നാൽ അറബ് ലോകത്തെ സാംസ്കാരിക അഭിമാനവും ആത്മവിശ്വാസവുമാണ് അവരുടെ വസ്ത്രം. അറബ് ലോകത്തെത്തുന്ന രാഷ്ട്ര നേതാക്കൾ അവർക്കിഷ്ടമുള്ള വസ്ത്രമണിഞ്ഞാണ് എത്താറുള്ളതും. ഇത്തവണ സൗദി കിരീടാവകാശി എത്തുന്നതിന് മുന്നേ ഓൺലൈൻ ബെറ്റിംഗ് സൈറ്റുകളിലടക്കം കിരീടാവകാശിയുടെ വസ്ത്രം ചർച്ചയായിരുന്നു. കിരീടാവകാശി ബ്ലാക്ക് ടൈ ധരിച്ചെത്തിയാൽ അതിന് 17 ഇരട്ടി വരെയായിരുന്നു വാതുവെപ്പ് തുക. ഇതിനെ കിരീടാവകാശി ട്രോളുകയും ചെയ്തു. Someone told me that there is some of the bidding sites that they are bidding on me wearing black suits, and if you bid on me wearing black suits and coming here with the black suits, they're going to get almost 17x. So I want to tell them, sorry, you lose the bet. Maybe next time. So thank you, Mr. President. Thank you. ഒരു പ്രോട്ടോകോൾ വിവാദം എന്നതിലുപരി സാംസ്കാരിക അഭിമാനവും ആത്മവിശ്വാസവും പ്രകടമാക്കിയ നീക്കമായാണ് ലോകമെമ്പാടും സൗദി കിരീടാവകാശിയുടെ വസ്ത്രം ചർച്ച ചെയ്യപ്പെട്ടത്. MBS തമാശയായി ഇതിനെ കൈകാര്യം ചെയ്തതോടെ വിവാദം കൂടുതൽ വൈറലാവുകയും ചെയ്തു. അഫ്തബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. UAE പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് ഇനി മുൻകൂർ വിസയില്ലാതെ യാത്ര ചെയ്യാം. കൊച്ചി, കോഴിക്കോട് ഉൾപ്പെടെ 9 എയർപോർട്ടുകളിൽ ഇമിറാത്തികൾക്ക് ഓൺ അറൈവൽ വിസ സൗകര്യം ഏർപ്പെടുത്തി. 60 ദിവസം വരെ ഇന്ത്യയിൽ തങ്ങാൻ UAE പൗരന്മാർക്ക് അനുമതി ലഭിക്കും. നേരത്തെ മുൻകൂറായി അപേക്ഷിച്ചാൽ ലഭിക്കുന്ന വിസയോ പേപ്പർ വിസയോ കൈവശമുണ്ടെങ്കിൽ മാത്രമാണ് UAE പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. ഇനി മുതൽ ഇന്ത്യയിലെ 9 വിമാനത്താവളത്തിലേക്ക് മുൻകൂർ വിസയില്ലാതെ ഇമറാത്തികൾക്ക് യാത്ര ചെയ്യാം. കൊച്ചി, കോഴിക്കോട് എന്നിവയ്ക്ക് പുറമെ ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിലാണ് പുതിയ സൗകര്യം ഏർപ്പെടുത്തിയത്. ഇന്ത്യയിൽ ഇറങ്ങിയ ശേഷം ഇന്ത്യ വിസ സുസ്വാഗതം മൊബൈൽ ആപ്ലിക്കേഷനിലോ ഇന്ത്യ വിസ online.gov.in e-arrival എന്ന വെബ്സൈറ്റിലോ ഫോറം പൂരിപ്പിച്ച് നൽകണം. 2000 രൂപയാണ് വിസ ഫീസ്. 60 ദിവസം വരെ വിനോദസഞ്ചാരം, സമ്മേളനം, ചികിത്സ, ബിസിനസ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഇന്ത്യയിൽ തങ്ങാൻ അനുമതി ലഭിക്കും. എന്നാൽ UAE സ്വദേശിയുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ പാകിസ്ഥാൻ പൗരന്മാരോ അവിടുത്തെ സ്ഥിരതാമസക്കാരോ ആണെങ്കിൽ ഓൺ അറൈവൽ വിസ ലഭിക്കില്ല. അവർ അബുദാബി എംബസി, ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവ വഴി പേപ്പർ വിസ ലഭിച്ചതിന് ശേഷം മാത്രമേ ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ പാടുള്ളൂ. ഇന്ത്യയിലേക്ക് ആദ്യമായി യാത്ര ചെയ്യുന്ന UAE പൗരന്മാർ ഓൺ അറൈവൽ വിസയ്ക്ക് പകരം വിസയ്ക്ക് അപേക്ഷിക്കുന്നതാണ് അഭികാമ്യമെന്ന് ഇന്ത്യൻ എംബസി പറഞ്ഞു. പിന്നീടുള്ള യാത്രകൾക്ക് ഓൺ അറൈവൽ സൗകര്യം ഉപയോഗിക്കാം. മീഡിയ 1, ദുബായ്. ഖത്തർ വേദിയാകുന്ന ഫിഫ അണ്ടർ-17 ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി. ആദ്യ മത്സരത്തിൽ ആസ്ട്രിയ ജപ്പാനെ നേരിടും. വെള്ളിയാഴ്ചയാണ് പോരാട്ടങ്ങൾ.
പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട പോരാട്ടത്തിൽ ഉത്തര കൊറിയയെ തോൽപ്പിച്ചാണ് ജപ്പാൻ ക്വാർട്ടറിലേക്ക് ടിക്കറ്റ് എടുത്തത്. ക്വാർട്ടർ പ്രവേശം ആസ്പെയർ സോണിലെ പിച്ച് 4-ൽ തടിച്ചുകൂടിയ ആരാധകർക്ക് അവിസ്മരണീയ വിരുന്നായി. കരുത്തരായ ഇംഗ്ലണ്ടിന് എതിരില്ലാത്ത 4 ഗോളിന് തറപറ്റിച്ചാണ് എതിരാളികളായ ആസ്ട്രിയ എത്തുന്നത്. അട്ടിമറി വീരന്മാരായ ബുർക്കിനോ ഫാസോയും ഇറ്റലിയും തമ്മിലാണ് രണ്ടാം ക്വാർട്ടർ പോരാട്ടം. ഉസ്ബെക്കിസ്ഥാനെ കീഴടക്കിയാണ് ഇറ്റലി എത്തുന്നതെങ്കിൽ യുഗാണ്ടയെ തോൽപ്പിച്ചാണ് ബുർക്കിനോ ഫാസോ കളത്തിലിറങ്ങുന്നത്. പ്രീ ക്വാർട്ടറിൽ എതിരില്ലാത്ത 5 ഗോളിന് മെക്സിക്കോയെ തകർത്ത പോർച്ചുഗൽ സ്വിറ്റ്സർലൻഡിനെ നേരിടും. അയർലൻഡിനെ വീഴ്ത്തിയാണ് സ്വിസ് പടയുടെ വരവ്. ക്വാർട്ടറിലെ ഹൈ പ്രൊഫൈൽ പോരാട്ടം ബ്രസീലും മൊറോക്കോയും തമ്മിലാണ്. ഇഞ്ചോടിഞ്ച് പോരിൽ മാലിയെ തോൽപ്പിച്ചാണ് മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ഫ്രാൻസിനെതിരെ 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് ബ്രസീൽ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തത്. അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1, ദോഹ. ഖത്തറിൽ ഫിഫ അറബ് കപ്പ് ട്രോഫി കാണാൻ ആരാധകർക്ക് അവസരമൊരുക്കി സംഘാടക സമിതി. ഇന്നു മുതൽ ശനിയാഴ്ച വരെ മിഷൈരി ഡൗൺ ടൗണിൽ ട്രോഫി പ്രദർശിപ്പിക്കും. ട്രോഫിക്കൊപ്പം ചിത്രമെടുക്കാൻ ആരാധകർക്ക് അവസരമുണ്ടാകും. ഡിസംബർ 1 മുതൽ 18 വരെയാണ് ഫിഫ അറബ് കപ്പ്. ഡിജിറ്റൽ വ്യാപാര നിയമവും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗും കർശനമായി നിയന്ത്രിക്കുവാൻ ഒരുങ്ങി കുവൈത്ത്. മന്ത്രിസഭ അംഗീകരിച്ച ബിൽ ഉടൻ കുവൈത്ത് അമീറിന് സമർപ്പിക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജിയാൻ അറിയിച്ചു. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് വ്യക്തവും സുതാര്യവുമായ നിയമ ചട്ടക്കൂട് ഒരുക്കുകയാണ് പുതിയ നിയമത്തിന്റെ ലക്ഷ്യം. പരസ്യങ്ങൾ ചെയ്യുന്ന സെലിബ്രിറ്റികൾക്കും ഇൻഫ്ലുവൻസർമാർക്കും ഇനി മന്ത്രാലയങ്ങളിൽ നിന്ന് ലൈസൻസ് നിർബന്ധമാകും. ഈ ഇടപാടുകൾ, ഓൺലൈൻ പരസ്യങ്ങൾ, പ്രമോഷണൽ ഉള്ളടക്കം എന്നിവയെ നിയന്ത്രിക്കുന്നതും നിയമത്തിന്റെ ഭാഗമാണ്. ഇൻഫ്ലുവൻസർമാരുടെ കരാറുകൾ കുറഞ്ഞത് 5 വർഷത്തേക്ക് രേഖയായി സൂക്ഷിക്കണം. പരസ്യ പ്രതിഫലം ഔദ്യോഗിക ചാനലുകൾ വഴി മാത്രമേ സ്വീകരിക്കാവൂ എന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നു. ഇൻഫ്ലുവൻസർമാരുടെയും കമ്പനികളുടെയും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ ഇൻഫർമേഷൻ മന്ത്രാലയം പരിശോധിക്കുമെന്നും നിർദ്ദേശമുണ്ട്. ഉപഭോക്തൃ അവകാശ സംരക്ഷണവും ഡിജിറ്റൽ വിപണിയിലെ സുതാര്യതയും ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. പുതിയ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട ഏജൻസികളുമായി സഹകരിച്ച് നടപടികൾ തുടരുമെന്ന് അൽ അജിയാൽ പറഞ്ഞു. 55ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നേതൃത്വത്തിൽ പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, കാർഷിക മേഖല, വ്യാവസായിക രംഗം തുടങ്ങി വിവിധ മേഖലകളിൽ കഴിഞ്ഞ 1 വർഷം വലിയ മുന്നേറ്റമുണ്ടായി. ദേശീയ ദിനാഘോഷങ്ങൾക്ക് തുടക്കമിട്ട് നാളെ മസ്കത്തിലെ അൽഫത്ത് സ്ക്വയറിൽ നടക്കുന്ന സൈനിക പരേഡിൽ സുൽത്താൻ അധ്യക്ഷത വഹിക്കും. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നേതൃത്വത്തിൽ രാജ്യം പുതുപ്രതിജ്ഞയോടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഒമാൻ വിഷൻ 2040 മുൻഗണനയായി ഉയർത്തിക്കൊണ്ടുവന്ന മേഖലകളിൽ കഴിഞ്ഞ 1 വർഷം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അതിവേഗ പുരോഗതി ഉണ്ടായതായി കണക്കുകൾ പറയുന്നുണ്ട്. ഈ വർഷം മാത്രം 16 പുതിയ സ്കൂളുകൾ ആരംഭിച്ചിരുന്നു. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 2026 ഒമാനിലെ 5 ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇടം പിടിച്ചു. ആരോഗ്യ സംരക്ഷണ സൂചികയിൽ സുൽത്താനറ്റ് കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ലെഗാറ്റം പ്രോസ്പെരിറ്റി ഇൻഡെക്സ് ആരോഗ്യ വിഭാഗത്തിൽ ഒമാൻ ലോകത്ത് 55ാം സ്ഥാനത്താണ്. 2024 10 പുതിയ ആരോഗ്യ സ്ഥാപനങ്ങളാണ് പ്രവർത്തനം തുടങ്ങിയത്. ഒമാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മേഖല ഭക്ഷ്യസുരക്ഷയാണ്. 2025 ഒക്ടോബർ വരെ 449 കാർഷിക പദ്ധതികൾക്കായി 1.853 ബില്യൺ റിയാലിന്റെ നിക്ഷേപങ്ങളാണ് രാജ്യത്ത് നടത്തിയത്. 2024 മത്സ്യ ഉൽപ്പാദനം 9 ലക്ഷം ടൺ കടന്നു. ഒമാന്റെ സമ്പദ് വ്യവസ്ഥയും സ്ഥിരതയോടെ മുന്നേറുന്നുണ്ട്. പൊതുകടം 14.4 ബില്യൺ ഒമാൻ റിയാലിൽ നിന്ന് 14.1 ബില്യൺ റിയാലായി കുറഞ്ഞു. 2025 ജൂലൈയിൽ 3.55 ബില്യൺ റിയാൽ അധിക വ്യാപാരം നടന്നിട്ടുണ്ട്. സമാധാനത്തിന്റെ വഴിയിലാണ് എപ്പോഴും സുൽത്താനിന്റെ സഞ്ചാരം. ലോകരാജ്യങ്ങൾക്കിടയിൽ നയതന്ത്രതത്വമായ സമാധാനവും സംഭാഷണവും ഒമാൻ തുടരുന്നു. ഫലസ്തീൻ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ ഒമാൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മീഡിയ 1, മസ്കത്ത്. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് 247 തടവുകാർക്ക് മാപ്പ് നൽകി. ഇവരിൽ പ്രവാസികളും ഉൾപ്പെടുന്നതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് തടവ് അനുഭവിക്കുന്നവരാണ് ദേശീയ ദിന സന്തോഷത്തിൽ സുൽത്താന്റെ കാരുണ്യത്തിൽ മോചിതരാകുന്നത്. $75 ബോയിംഗ് വിമാനങ്ങൾ വാങ്ങാൻ കരാർ ഒപ്പിട്ട് ഫ്ലൈ ദുബായ്. ഇത്തിഹാദ് 32 പുതിയ വിമാനങ്ങൾക്കും ഓർഡർ നൽകി. കൂടുതൽ കരാറുകളിൽ ഒപ്പിട്ട് ദുബായ് എയർ ഷോയുടെ 3ാം ദിനം.
ദുബായ് എയർ ഷോയുടെ 3-ാം ദിനത്തിലും വ്യോമയാന മേഖലയിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടന്നത്. ഫ്ലൈ ദുബായ് തങ്ങളുടെ ശൃംഖല വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ബോയിങ്ങുമായി $13 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചു. 75 ബോയിങ് 737 മാക്സ് വിമാനങ്ങളാണ് സ്വന്തമാക്കുന്നത്. യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം പുതിയ റൂട്ടുകളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. അതേസമയം ഇത്തിഹാദ് എയർവേസ് എയർബസുമായി പുതിയ ധാരണയിലെത്തി. 32 വിമാനങ്ങൾക്കാണ് ഓർഡർ നൽകിയിരിക്കുന്നത്. ഇതിൽ യാത്രാ വിമാനങ്ങൾക്ക് പുറമെ കാർഗോ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി എയർബസ് A350 ഫൈറ്റർ വിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. മീഡിയ 1 ദുബായ്. ഗസയിലെ സംഘർഷം അവസാനിപ്പിക്കാനും ദീർഘകാല സ്ഥിരതയ്ക്കും പുനർനിർമ്മാണത്തിനും ലക്ഷ്യമിട്ടുള്ള ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി പ്രമേയത്തെ ബഹ്റൈൻ സ്വാഗതം ചെയ്തു. പ്രമേയത്തിലെ വ്യവസ്ഥകളോട് പൂർണ്ണമായും യോജിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പ്രമേയം തയ്യാറാക്കുന്നതിൽ അമേരിക്ക വഹിച്ച പങ്കിനും പ്രമേയം പാസാക്കാൻ സഹകരിച്ച രക്ഷാസമിതി അംഗങ്ങൾക്കും ബഹ്റൈൻ അഭിനന്ദനം അറിയിച്ചു. ബഹ്റൈനിലെ അനധികൃത തൊഴിലാളികൾക്കെതിരെയുള്ള നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 58 പ്രവാസികളെ ബഹ്റൈനിൽ നിന്ന് നാടുകടത്തി. വിസ താമസ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയവരെയാണ് നാടുകടത്തിയത്. നിയമലംഘകർക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കുമെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇറാഖിനോട് തോൽവി വഴങ്ങി UAE. ഇതോടെ UAEയുടെ ലോകകപ്പ് പ്രതീക്ഷകൾ പൊലിഞ്ഞു. ഇറാഖിലെ ബസ്ര ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 52-ാം മിനിറ്റിൽ കയോയിലൂടെ UAE ആണ് ആദ്യ ഗോൾ നേടിയത്. എന്നാൽ 66-ാം മിനിറ്റിൽ അലിയിലൂടെ ഇറാഖ് ഒപ്പമെത്തുകയായിരുന്നു. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൽറ്റി അമീറുൽ അമാർ ലക്ഷ്യത്തിലെത്തിച്ചതോടെ UAEയുടെ ലോകകപ്പ് മോഹം അസ്തമിക്കുകയായിരുന്നു. ഒമാനിൽ പുതിയ ദേശീയ പേയ്മെന്റ് കാർഡായ മാൽ നാളെ പുറത്തിറക്കുമെന്ന് ഒമാൻ സെൻട്രൽ ബാങ്ക് അറിയിച്ചു. ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് കാർഡിന്റെ സോഫ്റ്റ് ലോഞ്ച്. ചെലവ് കുറഞ്ഞ രീതിയിൽ രാജ്യത്തിനകത്ത് പണമിടപാടുകൾ നടത്താമെന്നതാണ് കാർഡിന്റെ പ്രത്യേകത. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പുറത്തിറക്കുന്ന രാജ്യത്തിന്റെ സ്വന്തം പേയ്മെന്റ് കാർഡാണ് മാൽ. വിഷൻ 2040ന്റെ ലക്ഷ്യങ്ങളിലൊന്നായ ഡിജിറ്റൽ പരിഷ്കരണം വേഗത്തിലാക്കുന്നതിനും ദേശീയ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർണായക ചുവടുവെപ്പാണ് ഇത്. മാൽ കാർഡിന് ഉപഭോക്താക്കൾ പ്രത്യേക ഫീസ് നൽകേണ്ടതില്ല. കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനും റീ ഇഷ്യൂ ചെയ്യുന്നതിനും വാർഷിക ഫീസുകളും ഉണ്ടായിരിക്കില്ല. ഡെബിറ്റ്, പ്രീപെയ്ഡ് എന്നീ 2 വേർഷനുകളിലാണ് കാർഡ് നൽകുക. ഇതുവഴി എല്ലാത്തരം ഉപഭോക്താക്കൾക്കും കാർഡ് ലഭ്യമാകും. ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങളിലെ ചെലവ് കുറയ്ക്കുകയും ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലെ കാർഡുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യാപാരികൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ചെറുകിട ഇടത്തരം സംരംഭകർക്കും പേയ്മെന്റ് സ്വീകരിക്കാൻ ചെലവ് 50% വരെ കുറയാനാണ് സാധ്യത. ഉപഭോക്താക്കൾക്ക് കാർഡ് വിതരണം ചെയ്യുന്നതിനെക്കുറിച്ചും മറ്റുമുള്ള കൂടുതൽ വിശദാംശങ്ങൾ ബാങ്കുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചേക്കും. മീഡിയ 1 മസ്കത്ത്. ഒമാനി റിയാലിന്റെ ചിഹ്നം ഔദ്യോഗികമായി പുറത്തിറക്കി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. ഒമാനി റിയാലിന് ഏകീകൃത ചിഹ്നം സ്വീകരിക്കുന്നത് സുൽത്താനേറ്റിന്റെ സ്ഥാനം മെച്ചപ്പെടുത്തുന്ന തന്ത്രപരമായ ചുവടുവയ്പ്പാണെന്ന് CBO ഗവർണർ അഹമ്മദ് ബിൻ ജാഫർ അൽ മുസല്ലമി പറഞ്ഞു. ആധുനികതയുമായി ആധികാരികത സമന്വയിപ്പിക്കുന്നതാണ് ചിഹ്നത്തിന്റെ രൂപകൽപ്പന. ബാങ്കിംഗ് സംവിധാനങ്ങൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സാമ്പത്തിക റിപ്പോർട്ടുകൾ, വാണിജ്യ ഇന്റർഫേസുകൾ എന്നിവയിലുടനീളം ഇനി റിയാൽ ചിഹ്നം ദൃശ്യമാകും. കുവൈത്തിൽ നിയമം ലംഘിച്ച 34,143 പ്രവാസികളെ നാട് കടത്തിയതായി റിപ്പോർട്ട്. 2025 ജനുവരി 1-നും നവംബർ 10-നും ഇടയിലുള്ള കണക്കാണിത്. താമസവും തൊഴിലും സംബന്ധിച്ച നിയമലംഘനത്തിൽ പിടിയിലായവരും ക്രിമിനൽ കേസുകളിലോ കുറ്റകൃത്യങ്ങളിലോ ഏർപ്പെട്ടവരുമാണ് ഭൂരിഭാഗവും നാട് കടത്തപ്പെട്ടത്. രാജ്യത്ത് നിയമവാഴ്ച ഉറപ്പാക്കാനും ക്രമസമാധാനം നിലനിർത്താനും പൊതുസുരക്ഷ ഉറപ്പുവരുത്താനും നടത്തുന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. നിയമലംഘനങ്ങൾക്കെതിരെ കർശന പരിശോധന തുടരുമെന്നും നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ദുബായിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോ മാർക്കറ്റ് പദ്ധതിയുടെ പ്രഖ്യാപനം നടന്നു. DP വേൾഡിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പാവുക. 22 ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഓട്ടോ മാർക്കറ്റ് വരുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ദുബായ് ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ഷൈഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നിർവഹിച്ചു. ദുബായ് ഹാഫ് ഡെസേർട്ടിന്റെ കാഴ്ചകൾ കാണാമിനി. തണുപ്പെത്തിയതോടെ സന്ദർശകരെ വരവേൽക്കാൻ കൂടുതൽ ടെന്റുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. റോഡ് മൂടിയ മണൽക്കൂനകളും മുനിസിപ്പാലിറ്റി നീക്കം ചെയ്തു തുടങ്ങി. ദുബൈയിൽ ക്യാമ്പിങ്ങിനും നല്ലൊരു ഡ്രൈവിനും ഒരു ഓഫ് റോഡ് റൈഡിനും ഒക്കെ പറ്റിയൊരു മനോഹരമായ സ്ഥലമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വെൽക്കം ടു ഹാഫ് ഡെസേർട്ട്.
പാറ്റേണുകൾ പോലെ ഒരുപാട് റൗണ്ട് അബൌട്ടുകൾ ഉള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് മാപ്പ് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക അങ്ങനെ ഒരു പ്രദേശമാണ് ഹാഫ് ഡെസേർട്ട്. ദുബൈയിൽ നിന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഹാഫ് ഡെസേർട്ടിലേക്ക് എത്താം. മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ സൺസെറ്റും സൺറൈസും ഒക്കെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. മെയിനായിട്ട് ആളുകൾ വരുന്നത് ക്യാമ്പിങ്ങിന് തന്നെയാണ്. അതുകൂടാതെ നല്ല വാഹനങ്ങളുള്ളവർ റൈഡൊക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരും. അതുപോലെ തന്നെ ഫോട്ടോഗ്രഫി, ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഒരു കുറച്ച് നാൾ മുന്നേ വരെയൊക്കെ ഈ റോഡുകളിൽ മുഴുവൻ ഈ പറയുന്ന മണലൊക്കെ മൂടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ വിന്റർ ആയതുകൊണ്ട് തന്നെ ക്യാമ്പിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ മണലൊക്കെ മുനിസിപ്പാലിറ്റി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പെയ്ഡ് ആയിട്ട് ക്യാമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഇവിടെ പെർമനന്റ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരുപാട് ക്യാമ്പിംഗ് സ്പോട്ടുകളുണ്ട്. അവിടെ നമുക്ക് പെയ്ഡ് ആയിട്ട് പോവാം, ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ നമ്മുടെ ക്യാമ്പിംഗ് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം. അത്യാവശ്യം ക്യാമ്പിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ സ്ഥലമാണ്. കൂടുതൽ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ നിയമങ്ങൾ പ്രോപ്പറായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ് പോലീസിന്റെ. അത് പോലീസ് വാഹനങ്ങളിലാണെങ്കിലും അല്ലാത്ത വാഹനങ്ങളിലാണെങ്കിലുള്ള പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാഫ് ഡെസേർട്ടിലേക്ക് ക്യാമ്പിങ്ങിന് വരുന്നവർ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മുനിസിപ്പാലിറ്റി ഇതൊരു പ്രൈവറ്റ് ഏരിയ ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇതൊരു കൺസർവേഷൻ റിസർവ് ആണ്. അതായത് ഈ ഒരു മരുഭൂമിയിൽ സ്വാഭാവികമായ ഒരു എക്കോസിസ്റ്റം നിലനിർത്താൻ വേണ്ടി ലീഗലി പ്രൊട്ടക്ട് ചെയ്തൊരു ഏരിയ കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇല്ലീഗലായിട്ട് കാര്യങ്ങളൊന്നും ഒരു രീതിയിലും ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ഇവിടെ കൂടുതലും റൗണ്ട് അബൌട്ട്സ് ആണ്. അപ്പോൾ മുന്നേ ആളുകൾ വന്നിട്ട് ഈ റൗണ്ട് അബൌട്ട് നിന്ന് വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അപകടങ്ങൾ കൂടിയ പിന്നെ ഇത്തരം റൗണ്ട് അബൌട്ടുകൾ ഡ്രിഫ്റ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ പോലീസ് വന്നിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഹാഫ് ഡെസേർട്ട് ആണ്, ഇവിടെ ഓവർ സ്പീഡും കാര്യങ്ങളൊക്കെ ലീഗലാണ്, അങ്ങനെ പോലീസൊന്നും കാര്യമായിട്ട് പിടിക്കില്ല എന്നുള്ള ധാരണ വലിയൊരു വിഭാഗം ആളുകൾക്കുണ്ട്. പക്ഷെ തെറ്റാണ്. ഒരുപാട് വാഹനങ്ങൾ ഇവിടുന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നവർ പാമ്പോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. പല മലയാളികളുടെയും യുഎയിലെ പല മലയാളികളുടെയും ഇഷ്ട ലൊക്കേഷനുകളിൽ ഒന്നാണ് ഈ പറയുന്ന ഹാഫ് ഡെസേർട്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാത്തവർക്ക് ഹാഫ് ഡെസേർട്ടിലേക്ക് വരാം, ഇത് കാണാം, എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ പോകാം. ക്യാമറമാൻ യാസിർ അറഫാത്തിനൊപ്പം അക്ഷയ് പേരാവൂർ, മീഡിയ വൺ. ബഹ്റൈനിൽ മനാമ ഗവർണറേറ്റിന്റെ പ്രധാന ടൂറിസം മേഖലകളിലെ ജിമ്മുകളുടെയും സ്പാകളുടെയും പ്രവർത്തനം 4-5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന നിർദ്ദേശത്തിന് പാർലമെന്റ് ഐക്യകണ്ഠേന അംഗീകാരം നൽകി. ജനവാസ മേഖലകളിലെ അനിയന്ത്രിത സലൂണുകളുടെയും ജിമ്മുകളുടെയും പ്രവർത്തനം ട്രാഫിക് തടസ്സത്തിനും പാർക്കിംഗ് പ്രശ്നങ്ങൾക്കും താമസക്കാർക്ക് ബുദ്ധിമുട്ടിനും കാരണമാകുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം. 5 എംപിമാർ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം മന്ത്രിസഭയുടെ അവലോകനത്തിനായി കൈമാറി. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഓഫർ പ്രഖ്യാപിച്ച് ഒമാൻ എയർ. ബിസിനസ് ഇക്കണോമി ക്ലാസ് സീറ്റുകളിൽ യാത്രക്കാർക്ക് 20% വരെ കിഴിവാണ് പ്രഖ്യാപിച്ചത്. 2025 നവംബർ 30 വരെ നീണ്ടു നിൽക്കുന്ന പ്രൊമോഷനിൽ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഫാർ ഈസ്റ്റ്, അമേരിക്ക, ആഫ്രിക്ക, GCC, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലായി 40-ലധികം ലക്ഷ്യസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാം. മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 30 റിയാലിനും കൊച്ചിയിലേക്ക് 39 റിയാലിനും പറക്കാം. തിരുവനന്തപുരത്തേക്ക് 45 റിയാലാണ് നിരക്ക്. 2026 ജനുവരി 15 മുതൽ മാർച്ച് 31 വരെയാണ് യാത്രാ കാലാവധി. കുവൈത്തിൽ ശീതകാല കുടിയേറ്റത്തിനിടെ അപൂർവ ഇനം പക്ഷിയെ കണ്ടെത്തിയതായി റിപ്പോർട്ട്. പ്രമുഖ ഫോട്ടോഗ്രാഫർ ഡോക്ടർ അബ്ദുള്ള അൽ സെയ്ദാൻ ഷുവൈബ് പാർക്കിൽ അപൂർവമായ ലോങ് ഇയേർഡ് ഔളിനെ പകർത്തുകയായിരുന്നു. കുടിയേറ്റ സ്വഭാവമുള്ള ഈ പക്ഷി നഗരത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടത് വളരെ അപൂർവമാണ്. രാജ്യത്തെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ പക്ഷികൾക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. അതേസമയം ജഗ്ര റിസർവിൽ ഷോർട്ട് ഇയേർഡ് ഔൾ കൂടാതെ വലിയ വേട്ടക്കിളിയായ ഈസ്റ്റേൺ ഇംപീരിയൽ ഈഗിൾ എന്നിവയും കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു.
സമുദ്ര ഗവേഷണത്തിൽ പുതിയ നേട്ടവുമായി കുവൈത്ത് സമുദ്രശാസ്ത്ര ഗവേഷണങ്ങളുടെ ഭാഗമായി കുവൈത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ച് നടത്തിയ എക്സ്പ്ലോറർ ഗവേഷണ കപ്പലിന്റെ ആദ്യ യാത്ര വിജയകരമായി പൂർത്തിയായി. രാജ്യത്തിന്റെ സമുദ്ര പരിസ്ഥിതിയുടെ സമഗ്ര റഫറൻസ് ഡാറ്റാബേസ് നിർമ്മിക്കാനുള്ള ദൌത്യത്തിലേക്കുള്ള വലിയ മുന്നേറ്റമാണിതെന്ന് കോസ്റ്റൽ ആൻഡ് മറൈൻ റിസോഴ്സ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ തുർക്കി അൽ സയ്യിദ് പറഞ്ഞു. ഇത് രാജ്യത്തിന്റെ സമുദ്ര ഗവേഷണ ചരിത്രത്തിലെ അപൂർവ നേട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആധുനിക ഉപകരണങ്ങളോടുള്ള എക്സ്പ്ലോറർ കപ്പൽ ഗൾഫ് മേഖലയിൽ സമുദ്ര സാമ്പിളിംഗ്, മലിനീകരണ നിരീക്ഷണം, പരിസ്ഥിതി പഠനം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തതാണ്. തീരസുരക്ഷ, മത്സ്യസമ്പത്ത് സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാന പഠനം തുടങ്ങിയ മേഖലകൾക്ക് ഈ ദൌത്യത്തിലൂടെ ശേഖരിക്കുന്ന ഡാറ്റ വലിയ പിന്തുണ നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സൗദിയിൽ റിസാല സ്റ്റഡി സർക്കിൾ സംഘടിപ്പിച്ച മൂന്നാമത് നോടെക് നോളജ് ആൻഡ് ടെക്നോളജി എക്സ്പോയ്ക്ക് സമാപനമായി. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങളെയും നൂതന ആശയങ്ങളെയും പരിചയപ്പെടുത്തുന്നതായിരുന്നു മേള. സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഫെസ്റ്റിന്റെ ഭാഗമായി. റിസാല സ്റ്റഡി സർക്കിൾ സംഘടിപ്പിച്ച മൂന്നാമത് നോടെക് നോളജ് ആൻഡ് ടെക്നോളജി എക്സ്പോയാണ് സമാപിച്ചത്. റിയാദിൽ വെച്ചായിരുന്നു മേള. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങളെയും നൂതനാശയങ്ങളെയും പരിചയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. സമാപന സമ്മേളനത്തിൽ എ അബ്ദുൽ ഹക്കീം ഉദ്ഘാടകനായി. സയൻസ് ആൻഡ് ടെക്നോളജി പവലിയനുകൾ, DIY ലാബുകൾ, പ്രദർശനങ്ങൾ, കരിയർ ക്ലിനിക് തുടങ്ങിയവ മേളയുടെ ഭാഗമായി. റിയാദ്, ദമാം, കോബാർ തുടങ്ങിയ പ്രവിശ്യകളിലെ വിദ്യാർത്ഥികളും മേളയിൽ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ നോടെക് എക്സലൻസി പുരസ്കാരം ഡോക്ടർ ഗൗസൽ അസം ഖാന് കൈമാറി. ഫാറൂഖ് സഖാഫി, ഡോക്ടർ നൌഫൽ ഹസനി, അനസ് വിളയൂർ, അഷ്കർ കുണ്ടോട്ടി തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. മീഡിയ 1 റിയാദ്. 70 ദിവസം നീളുന്ന ഷാർജ ഇസ്ലാമിക് ആർട്സ് ഫെസ്റ്റിന് തുടക്കമായി. വിളക്കുമാടം എന്ന വിഷയത്തിൽ 24 രാജ്യങ്ങളിൽ നിന്നുള്ള 170 കലാകാരന്മാർ ഒരുക്കിയ വിസ്മയകരമായ കാഴ്ചകളാണ് ഇത്തവണത്തെ മേളയുടെ പ്രത്യേകത. മേള നടക്കുന്ന ഷാർജ മ്യൂസിയത്തിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഷാർജയിലെ 5 വേദികളിലായാണ് ഇത്തവണ ഷാർജ ഇസ്ലാമിക് ആർട്സ് ഫെസ്റ്റിവൽ നടക്കുന്നത്. 24 രാജ്യങ്ങളിൽ നിന്നുള്ള 170 കലാകാരന്മാരുടെ 430-ലേറെ കലാസൃഷ്ടികളാണ് ഇത്തവണ മേളയിലുള്ളത്. നമുക്ക് അടുത്ത മുറിയിലേക്ക് കടന്നു ചെന്നാൽ ഇറാനി കലാകാരനായ മുർത്തസ ദർബേഗിയുടെ വളരെ രസകരമായ, വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു കലാസൃഷ്ടി കാണാം. 100 കണക്കിന് കോട്ടൺ ബഡ് കൊണ്ട് തീർത്ത ഒരു കലാസൃഷ്ടിയാണിത്. ഇതിൽ വെളിച്ച വിന്യാസം കൊണ്ടാണ് വിസ്മയം തീർക്കുന്നത്. അമേരിക്കൻ കലാകാരനായ ജേസൺ സീഫി ഒരുക്കിയ ഒരിക്കൽ അറിയപ്പെട്ടിരുന്ന ഇടം, എ പ്ലേസ് വൺസ് നോൺ എന്നറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റാളേഷനാണിത്. സിറാജ് അഥവാ വിളക്കുമാടം എന്ന തീമിലാണ് ഇത്തവണത്തെ ഷാർജ ഇസ്ലാമിക് ആർട്ട് ഫെസ്റ്റിവൽ നടക്കുന്നത്. റാഷിദ് അൽ ഖലീഫ എന്ന ബഹ്റൈനി കലാകാരൻ്റെ ഒരു വർക്കാണിത്. പ്രിൻസിപ്പിൾസ് ഓഫ് പീസ് എന്നാണ് ഇതിൻ്റെ പേര്. ഒറ്റനോട്ടത്തിൽ ഇതൊരു കമ്പികളുടെ കൂട് മാത്രമാണ്. പക്ഷേ ആ കലാവിരുത് തിരിച്ചറിയണമെങ്കിൽ താഴെ പതിക്കുന്ന നിഴൽ കാണേണ്ടി വരും. ദി ഗാർഡൻ ഓഫ് ലൈറ്റ് എന്ന പേരിൽ എമറാത്തി കലാകാരിയായ മഹ്റ അൽ ഫലാഹി നിർമ്മിച്ച വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. സിറിയൻ കലാകാരനായ മാജിദ് അല്ലൂഷിൻ്റെ വേറിട്ടൊരു കലാസൃഷ്ടിയാണിത്. ഒറ്റനോട്ടത്തിൽ നിരത്തിവെച്ച കുറേ കല്ലുകൾ മാത്രമാണ്. പക്ഷേ ഇതിലേക്ക് സൂക്ഷ്മമായി നോക്കിയാൽ പള്ളിക്കകത്ത് കിബില സൂചിപ്പിക്കാനായി നിർമ്മിച്ചിട്ടുള്ള മിഹ്റാബുകളുള്ള കല്ലുകളാണ്. ഈ ഓരോ കല്ലുകളും കിബിലയിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.
ഇറാനി കലാകാരനായ സഹന്ദ് ഹസ്മിയാനാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം 5 പാനീസ് വിളക്കുകളുമായിട്ടാണ് ഈ മേളയിലേക്ക് എത്തിയിട്ടുള്ളത്. The fanus lights are still common in Iran masjids. Unfortunately, no. As my knowledge is not that common anymore, but me as a child, I have a memory of it. I think it is something important for me and also for many people. മുമ്പെങ്ങും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത രൂപങ്ങൾ, പ്രതീകങ്ങൾ, നിറങ്ങൾ ഒക്കെയാണ് ഈ ഷാർജ ഇസ്ലാമിക് ആർട്ട് ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത. ജനുവരി 31 വരെ ഈ മേള നീണ്ടു നിൽക്കും. യാസർ അറഫാത്തിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ. ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ ദോഹ ഫിലിം ഫെസ്റ്റിവൽ DFFന് നാളെ തിരശ്ശീല ഉയരും. നവംബർ 28 വരെയാണ് മേള. ലോകത്തുടനീളമുള്ള 100ഓളം ചിത്രങ്ങൾ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും. നോവും ആഹ്ലാദവും നിറഞ്ഞ പലതരം കാഴ്ചകളിലേക്കുള്ള കിളിവാതിൽ തുറക്കുന്നതാകും ഇത്തവണത്തെ ദോഹ ഫിലിം ഫെസ്റ്റിവൽ. 62 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 97 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. ഫീച്ചർ ഫിലിം, ഷോർട്ട് ഫിലിം, അജിയാൽ ഫിലിം, മെയ്ഡ് ഇൻ ഖത്തർ എന്നീ 4 വിഭാഗങ്ങളിൽ മത്സരം നടക്കും. ആകെ $3 ലക്ഷം സമ്മാനത്തുക. തുനീഷ്യൻ സംവിധായിക കൗസർ ബിൻ ഹാനിയയുടെ ദ വോയിസ് ഓഫ് ഹിന്ദ് റജബാണ് ഉദ്ഘാടന ചിത്രം. ഇസ്രായേൽ ആക്രമണത്തിനിടെ പെട്ടുപോയ 5 വയസ്സുകാരിയുടെ കഥ പറയുന്നതാണ് ഈ സിനിമ. ഫലസ്തീൻ സംവിധായകരായ താർസാൻ, അറബ് നാസർ എന്നിവരുടെ സംയുക്ത സംവിധാന സംരംഭമായ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ, ഫലസ്തീൻ ഫിലിം മേക്കർ കമാൽ അലി ജാഫറിയുടെ വിത്ത് ഹസൻ ഇൻ ഗാസ, സുഡാൻ ചിത്രം ഖാർത്തും തുടങ്ങിയ വിഖ്യാത സിനിമകൾ പ്രദർശനത്തിനുണ്ട്. Well, this festival creates a bigger space for the industry to participate. So, for example, in Ajyal, we focused on youth, community, and filmmakers. Here, we're branching out to international industry to come to Doha, discover what we do, discover the Arab region also through us. സിനിമ മാത്രമല്ല, മേളയിൽ സംവാദവും സംഗീതവും അരങ്ങേറും. സ്റ്റീവൻ സോഡർബർഗ്, ദാന അൽമീർ, സൈൻഡ് ലെവൻ, ദാന അൽ ഫർദാൻ, മഹ്ദി ഹസൻ തുടങ്ങിയവർ സദസ്സുമായി സംവദിക്കാനെത്തും. ഖത്താറ കൾച്ചറൽ വില്ലേജ്, ലുസൈൽ ബോളിവാർഡ് അടക്കം 7 ഇടങ്ങളിലാണ് മേള അരങ്ങേറുന്നത്. മീഡിയ 1, ദോഹ. വ്യത്യസ്ത രുചിക്കൂട്ടുകളുമായി സംസമി റെസ്റ്റോറന്റ് മക്കയിൽ തുടക്കമായി. മലബാറിന്റെ തനി നാടൻ രുചി വൈവിധ്യങ്ങളും ഫ്യൂഷൻ ഡിഷുകളുമായാണ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തനം. മക്കയിലെ കാക്കിയ ഹോൾസെയിൽ മാർക്കറ്റിൽ ബിൻ ദാവൂദിന് സമീപമാണ് റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റ് മേഖലയിൽ 2 പതിറ്റാണ്ടിലേറെ പരിചയസമ്പന്നരായ ഗ്രൂപ്പിന് കീഴിലാണ് സംസമി റെസ്റ്റോറന്റ് എന്ന പേരിൽ പുതിയ ഔട്ട്ലെറ്റിന് തുടക്കമാകുന്നത്. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. മലയാളികൾക്ക് എന്നും അവരുടേതായ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ, ആ പാരമ്പര്യത്തിൽ ഊന്നി ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് മലയാളികളായിട്ടുള്ള പ്രവാസികൾ. അപ്പോൾ അവർക്ക് വളരെ സൗകര്യാർത്ഥം ഇവിടെ വന്ന് ഫാമിലിയോട് അടക്കം കഴിക്കാനുള്ള സൗകര്യമാണ് പല വിഭവങ്ങളും. കേരള ഭക്ഷണവും അറബി ഭക്ഷണവും ഒക്കെ വിശാലമായ രീതിയിൽ, സ്വാദിഷ്ടമായ രീതിയിൽ ഇവിടെ കൊടുക്കുവാൻ വേണ്ടിയാണ് ഇവിടെ മാനേജ്മെൻറ്റും ഒരുങ്ങിയിട്ടുള്ളത്. മലയാളി, ചൈനീസ് വിഭവങ്ങൾക്ക് പുറമെ ജ്യൂസുകൾ തുടങ്ങിയ വ്യത്യസ്ത രുചികളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇരുന്നൂറോളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം, മുകളിൽ ഓഡിറ്റോറിയം, മീറ്റിംഗ് നടത്താനുള്ള ഒരു സ്ഥലം, എല്ലാ സൗകര്യത്തോടു കൂടി കേരളത്തിലെ ഉന്നതരായ കേന്ദ്രങ്ങളിൽ നിന്ന് അതിവിശാലമായ രീതിയിലുള്ള സൗകര്യങ്ങളോടുകൂടി ഇവിടെ വരുന്ന ഹാജിയാമാർക്കും മലയാളക്കാർക്കും ഫാമിലികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഹോട്ടലാണ് ഞങ്ങളിവിടെ തുറന്നിട്ടുള്ളത്. വിശാലമായ ഡൈനിങ്, വിപുലമായ പാർക്കിംഗ്, ആഘോഷ പരിപാടികൾക്കായുള്ള പാർക്കിംഗ് ഹാൾ എന്നിവയുമുണ്ട്. സിൻസാറുൽ ഹഖ് ഹുദവി, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ കൊമ്പൻകാട് കോയ, കുഞ്ഞാപ്പു എന്നിവർ അതിഥികളായിരുന്നു. ഡയറക്ടർമാരായ MC അഷ്കർ, MC നാസർ, മുജീബ് പൂക്കോട്ടൂർ എന്നിവർ സംബന്ധിച്ചു. മീഡിയ 1, ജിദ്ദ. ഇനി മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ.
അബുദാബിയിലും ദുബായിയുടെ ചില ഭാഗങ്ങളിലും കനത്ത മൂടൽമഞ്ഞ്. വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം. രാവിലെ 9 വരെ കനത്ത മൂടൽമഞ്ഞിന് സാധ്യത. കുവൈത്ത് മീന അബ്ദുള്ളയിലെ തമ്പ് ക്യാമ്പുകളിൽ കർശന സുരക്ഷാ പരിശോധന. ക്യാമ്പുകൾ പരിസ്ഥിതി നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ലക്ഷ്യം. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 65 വർഷത്തിനിടയിലെ ഏറ്റവും തിരക്കേറിയ ക്വാർട്ടർ രേഖപ്പെടുത്തി. 2025 ജൂലൈ സെപ്റ്റംബർ സമ്മർ സീസണിൽ മാത്രം 2.42 കോടി യാത്രക്കാർ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്തു. അബുദാബി അൽദഫ്ര മേഖലയിലെ പ്രധാന റോഡുകളിലൊന്നായ ഷൈഖ സലാമ ബിൻത് ബുത്തി റോഡിലെ E45 ഇന്റർസെക്ഷനുകൾ 11 ദിവസം ഭാഗികമായി അടച്ചിടും. ഇന്ന് അർദ്ധരാത്രി 12 മുതൽ നവംബർ 30 രാവിലെ 5 വരെ നിയന്ത്രണം തുടരും. AI സ്വയം ഡ്രൈവിംഗ് ഡെലിവറി വാഹനങ്ങൾ നിരത്തുകളിൽ ഇറക്കാൻ പുതിയ പൈലറ്റ് പദ്ധതിയുമായി അബുദാബി. നൂൺ ഓട്ടോഗോ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സ്മാർട്ട് ആൻഡ് ഓട്ടോണമസ് സിസ്റ്റംസ് കൗൺസിലിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്.